ടേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. തുല്യത പാഠാവലി ജീവശാസ്ത്രം 10ാം ക്ലാസ്സിലെ എൻ്റെ ഭക്ഷണം എൻ്റെ കൈകളിലൂടെ അധ്യായം 5. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റിസ് എഴുതിയ ഒരു വാചകമാണ് നല്ല ഭക്ഷണം തന്നെയാണ് യഥാർത്ഥ ഔഷധം. ഗുഡ് ഫുഡ് ഈസ് ദ റിയൽ മെഡിസിൻ. എന്താണ് ഈ നല്ല ഭക്ഷണം? രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാടൻ പശുവിൻ്റെ പാലും മുട്ടയും മാംസവും അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെയാണ് എന്ത് പറയുന്നത്? നല്ല ഭക്ഷണം എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഈ നല്ല ഭക്ഷണശീലം? എന്നറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ അളവിൽ കൃത്യസമയത്ത് കഴിക്കുന്നതിനെയാണ് നല്ല ഭക്ഷണശീലം എന്നറിയപ്പെടുന്നത്. അതായത് നാം എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ, എപ്പോൾ, എത്ര കഴിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഭക്ഷണശീലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ അളവിൽ കൃത്യസമയത്ത് കഴിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നല്ല ഭക്ഷണശീലം എന്ന് പറയുന്നത്. അടുത്തതായി തൊട്ടു താഴെയായി കൊടുത്തിരിക്കുന്നു, എന്താണ് സമീകൃത ആഹാരം? സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ്. പല വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാ വിഭാഗത്തിൽ പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുമ്പോൾ അതിനെ സമീകൃത ആഹാരം എന്നറിയപ്പെടുന്നു. അതായത് എല്ലാ വിഭാഗം എന്ന് പറഞ്ഞാൽ പച്ചക്കറികളും മാംസവർഗ്ഗങ്ങളും അതുപോലെ ധാരാളം ധാന്യങ്ങൾ അതായത് അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങൾ, അതുപോലെ പാലുൽപ്പന്നങ്ങൾ, എണ്ണ, പഴവർഗ്ഗങ്ങൾ എന്നിവ പല വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുമ്പോൾ അതിനെ എന്ത് പറയുന്നു? സമീകൃത ആഹാരം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്തരം ആഹാരങ്ങളിൽ എന്തുണ്ടായിരിക്കും? മാംസ്യം, വിറ്റാമിൻസ്, ഇരുമ്പ്, അതുപോലെ ഊർജം എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും ഇവ. ഇതിനെ പറയുന്ന പേരാണെന്ത്? സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇനി എന്താണ് തൊട്ടു താഴെയായി ഒരു ഭക്ഷണ രീതി, ഒരാളുടെ ഒരു ദിവസത്തെ ഭക്ഷണ രീതിയാണ് തൊട്ടു താഴെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണ രീതി എങ്ങനെയെന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പ്രാതൽ ഭക്ഷണം, ദോശ, സാമ്പാർ. അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ അരി ഉപയോഗിക്കുന്നു, അല്ലേ? പച്ചരി, ഉഴുന്ന്, അതുപോലെ ഉലുവയൊക്കെ ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ദോശ ഉണ്ടാക്കുന്നത്. സാമ്പാറിൽ നമ്മൾ ധാരാളം പച്ചക്കറികൾ, അതുപോലെ പരിപ്പ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഉച്ചയൂണാണ്. ചോറ്, കറി, കപ്പ. ചോറ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? അരിയാണ്. കറി അത് പച്ചക്കറികളാവാം, വെജിറ്റേറിയൻ കറി ആയിരിക്കാം, നോൺ വെജ് ആയിരിക്കാം. ഇവിടെ കറി കൊടുത്തിരിക്കുന്നത് പച്ചക്കറികൾ അടങ്ങിയിട്ടുള്ള കറിയാണെങ്കിൽ ഇലക്കറികളാവാം. അതിലേക്ക് ധാരാളം വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള കറിയാണ് ഇലക്കറികൾ. കപ്പ എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വേരാണെന്ത്? കപ്പ എന്ന് പറയുന്നത്. ചായ സമയം. കപ്പ, ഉഴുന്നുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഉഴുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉഴുന്ന് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിലെ ഉഴുന്നുവടയിൽ. അത്താഴം, ചപ്പാത്തി, മുട്ടക്കറി. ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഗോതമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഗോതമ്പ്, മുട്ടക്കറിയിൽ മുട്ടയുണ്ടായിരിക്കും, അതുപോലെ പച്ചക്കറികളും ബീൻസ് തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ. ഓക്കെ, ഇനി നല്ല ഭക്ഷണശീലങ്ങൾ. എങ്ങനെയാണ് നല്ല ഭക്ഷണശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മുടെ ഭക്ഷണശീലങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. അതുവഴി നല്ല ആരോഗ്യം കെട്ടുപടുത്താൻ സാധിക്കും. തെറ്റായ ഭക്ഷണശീലങ്ങൾ നമ്മൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് പ്രായഭേദമന്യേ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ക്യാൻസർ, ഹൃദ്രോഗം, അമിതവണ്ണം, അസിഡിറ്റി എന്നിവ വളരെയധികം കണ്ടുവരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ? പ്രമേഹം, ക്യാൻസർ, ഹൃദ്രോഗം, അമിതവണ്ണം, അസിഡിറ്റി. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? തെറ്റായ ഭക്ഷണക്രമം. അപ്പോൾ ഈ ഭക്ഷണശീലം ശരിയാക്കിയാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? ഈ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ചിട്ടയായ ഭക്ഷണശീലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ, എപ്പോൾ, എത്ര കഴിക്കുന്നു എന്നതിന്. ചിട്ടയായ ഭക്ഷണശീലം. ഒരു സമയം വെച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കുവാനായിട്ട്. അമിതവണ്ണം നിയന്ത്രിക്കുക, അതായത് എക്സസൈസ്, വ്യായാമത്തിലൂടെ
അമിതവണ്ണം നിയന്ത്രിക്കാം. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണം. വറുത്തതും എണ്ണയിൽ പൊരിച്ചതുമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണം. ചെറുമീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ചെറുമീനുകളിൽ ധാരാളം എന്തടങ്ങിയിട്ടുണ്ട്? കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് എന്ത്? ചെറുമീൻ എന്ന് പറയുന്നത്. മൈദയുടെ ഉപയോഗം കുറയ്ക്കുക. അത് നമ്മുടെ ദഹനത്തെ വളരെയധികം ദോഷം ചെയ്യും. തവിട് കലർന്ന ധാന്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കണം. സംസ്കരിച്ചു ടിന്നിലടച്ച മാംസാഹാരം, റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ, പോർക്ക് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. ഇത്തരം രീതികളിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ? പ്രമേഹം, ക്യാൻസർ, ഹൃദ്രോഗം, അമിതവണ്ണം, അസിഡിറ്റി എന്നിവയാണ് എന്ത്? ജീവിതശൈലി രോഗങ്ങൾ. അവ എങ്ങനെ തടയാം എന്നാണ് തൊട്ടു താഴെയായി കൊടുത്തിരിക്കുന്നത്. നമ്മളിൽ പലർക്കും ഭക്ഷണത്തെക്കുറിച്ചും പോഷകത്തെക്കുറിച്ചുമൊക്കെ അറിയാമെങ്കിലും പലപ്പോഴും അത് ശീലിക്കാറില്ല. നിത്യജീവിതത്തിലെ തിരക്കിൽ ഓടുമ്പോൾ പ്രാതൽ ഒഴിവാക്കിയും ഉച്ചയൂണ് കഴിച്ചെന്ന് വരുത്തി തീർത്തും രാത്രിയിൽ 10 മണിക്ക് ശേഷം വയറു നിറയെ ആഹാരം കഴിച്ച് ഉടൻ തന്നെ ഉറങ്ങാൻ കിടന്നു ഒക്കെയാണ് ദിവസം നമ്മൾ തള്ളി നീക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് നമുക്കറിയാം. എന്നാലും പോകുന്നത് വരെ പോകട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് പല ജീവിതശൈലി രോഗങ്ങളും നമ്മളുടെ ഇടയിൽ പിടികൂടുന്നത്. എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ, എപ്പോൾ, എത്ര കഴിക്കുന്നു എന്നതാണ്. ഇവിടെ തൊട്ട് താഴെയായി നെല്ലിക്കയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ധാരാളം എന്തടങ്ങിയിരിക്കുന്നു? വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് ഇത് നെല്ലിക്ക എന്ന് അറിയപ്പെടുന്നത്. ധാരാളം അയേണും കാൽസ്യം, അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, അതുപോലെ കാൽസ്യം നമ്മുടെ എല്ലിനും പല്ലിൻ്റെയും ബലത്തിന് എന്താവശ്യമാണ്? കാൽസ്യം ആവശ്യമാണ്. ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഏത്? നെല്ലിക്ക എന്നറിയപ്പെടുന്നത്. ഭക്ഷ്യ സംസ്കരണം. എങ്ങനെ നമ്മളെ ഭക്ഷണത്തെ സൂക്ഷിച്ചു വയ്ക്കാം? ഭക്ഷണം സംസ്കരിക്കേണ്ടത് അത് കേടാകാതെ ഇരിക്കാൻ വളരെ അത്യാവശ്യം തന്നെയാണ്. അതിൽ അമിതമായതും അശാസ്ത്രീയമായുമായ വസ്തുക്കൾ ചേർക്കുമ്പോഴാണ് അവ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ഒരു പരിധിവരെ കേടാകാതെ സൂക്ഷിക്കാൻ തനത് സംസ്കരണ മാർഗങ്ങളുണ്ട്. ഇവയിൽ പലതും നമുക്ക് അറിവുള്ളതാണ്. ഏതൊക്കെയാണവ? മാങ്ങ അച്ചാറിടുന്നത് അല്ലേ? പഴങ്ങളും പച്ചക്കറികളും വലിയ മത്സ്യങ്ങളും ഒക്കെ ധാരാളമായി കിട്ടുന്ന സീസണിൽ നമുക്ക് അല്പം എടുത്ത് ഉപ്പും മുളകും ചേർത്ത് എണ്ണയിൽ താളിച്ച് സൂക്ഷിക്കാം. മറ്റൊരു മാർഗമാണ് ശീതീകരിച്ച് സൂക്ഷിക്കുന്നത്, ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ജലം പാടെ നീക്കി ഉണക്കി സൂക്ഷിക്കുന്നത്. ഇതുകൂടാതെ ചില കെമിക്കലുകൾ മറ്റും ചേർത്ത് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ കേടാകാതെ സൂക്ഷിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ പല രീതിയിൽ നമ്മൾ ഭക്ഷ്യവസ്തുക്കളെ കേടാകാതെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നന്നല്ല. ഇനി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ. എന്താണ് ഈ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ? നമ്മുടെ ഓരോ പാക്കറ്റ് മേടിക്കുമ്പോഴും അരി, മുളക് പൊടിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? അവയുടെ ഗുണം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തുന്നത്. ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് എന്താണ്? FPO. എന്താണ് ഈ FPO? ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. ഇവ നിലവിൽ വന്നത് 1955 അത് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പഴപാനീയങ്ങൾ, ഫ്രൂട്ട് ജ്യൂസുകൾ, സ്ക്വാഷുകൾ, അച്ചാറുകൾ. അടുത്തതാണ് അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. 1937 ഇവ നിലവിൽ വന്നത്. 1937 ഇവ നിലവിൽ വന്നത്. ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ്? പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, എണ്ണകൾ, പഴങ്ങളും പച്ചക്കറികളിലും ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതാണ് ISI. നമ്മൾ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡമാണ് ISI. ഇലക്ട്രിക്കലിൻ്റെ വസ്തുക്കളുടെ മുകളിലൊക്കെ കാണാം ISI രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 1950 ഈ മാനദണ്ഡം നിലവിൽ വന്നത്. 1950. ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ്? പാൽപ്പൊടി, എണ്ണ, മിനറൽ വാട്ടർ ബോട്ടിൽ. അപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കുക, ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കുമ്പോൾ അതിൽ ഈ മാനദണ്ഡം ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. തിരക്കേറിയ ജീവിത രീതിയിൽ സമീകൃത ആഹാരം ഉണ്ടാക്കാൻ പലപ്പോഴും പലർക്കും സമയം കിട്ടാറില്ല. അതിനാൽ തന്നെ പല വീടുകളിലും പാക്കറ്റിൽ ലഭിക്കുന്ന RTE റെഡി ടു ഈറ്റ് ഭക്ഷണം തന്നെയാണ് വിളമ്പുന്നത്.
കുട്ടികൾ മാത്രമല്ല, പ്രായഭേദമന്യേ കുടുംബത്തിലെ എല്ലാ പേരും ഇന്ന് പാക്കറ്റ് ഭക്ഷണ സംസ്കാരത്തിന് ഉടമകളാണ്. ഇതൊക്കെ കേട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പേടി തോന്നുന്നുണ്ടോ? അല്പസമയം ആരോഗ്യത്തിനായി പ്രായലിംഗഭേദമന്യേ സ്വയം മാറ്റിവെച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിലുള്ളൂ. ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിവതും അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചും നാടൻ പശുവിൻ്റെ പാലും മുട്ടയും മാംസവും ധാരാളം ചെറുമീനുകളും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ അടുക്കളകളിൽ ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം. സ്ത്രീ മാത്രം അടുക്കളയിൽ ഒതുങ്ങാതെ എൻ്റെ ആരോഗ്യം എൻ്റെ ചുമതല എന്ന ബോധത്തോടെ എന്ന ലക്ഷ്യത്തോടെ കുടുംബത്തിലെ പുരുഷനും കുട്ടികളും ഒക്കെ ചേർന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തി എടുക്കാം. ഒരു ചിത്രം കൂടി ഒന്ന് നോക്കൂ. ഇവിടെ തൊട്ടു താഴെയായി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? പിസ്സ, ബർഗർ, നൂഡിൽസ്, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതുപോലെ പാക്കഡ് ഫുഡ് ഐറ്റംസ് എന്നിവ കൊടുത്തിട്ടുണ്ട്. രാസപദാർത്ഥങ്ങൾ പാക്കറ്റ് ഭക്ഷണത്തിൽ മാത്രമല്ല ഇത്തരം ഭക്ഷണങ്ങളിലും അടങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ, ഇവയെ എന്തു പറയുന്നു? ജങ്ക് ഫുഡ്. അപ്പോൾ ഇത്തരം ഫുഡിന് എന്ത് പറയുന്നു? ജങ്ക് ഫുഡ് എന്നാണ് പറയുന്നത്. മധുരത്തിൻ്റെ അളവ് കൂടിയതിനാലും അനുവദനീയമല്ലാത്ത കളറുകൾ ചേർക്കുന്നതിനാലും ഇവയെല്ലാം വളരെ രുചികരമാണ്. പ്രായഭേദമന്യേ എല്ലാവരും മടുപ്പ് വരാതെ കഴിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് കുട്ടികളിൽ വരുത്തി വയ്ക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. ഇപ്പോൾ 10-11 വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ പൊണ്ണത്തടിയും പ്രമേഹവും ഒക്കെ കാണുന്നത് ഇത് ബുദ്ധിവികാസത്തിന് ദോഷമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത്തരം ജങ്ക് ഫുഡുകൾ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 10-11 വയസ്സിന് പ്രായമുള്ള കുട്ടികളിൽ പൊണ്ണത്തടി, പ്രമേഹം എന്നീ രോഗങ്ങൾ കാണപ്പെടുന്നു. അതുപോലെ തന്നെ അത് എന്തിനു ബാധിക്കുന്നുണ്ട്? കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ദോഷകരമായി ബാധിക്കുന്നു. ഓക്കെ, താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.